ഫ്ലെക്സുകളും പ്രതിഷേധങ്ങളുമൊക്കെ വേണ്ടെന്ന് നേതാക്കൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അണികൾ എന്ന് പറയുന്ന കൂടെയുള്ള അനുഭാവികളോടൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിനൊന്നും യാതൊരു വിലയും കൽപ്പിക്കാതെ ഫ്ലെക്സുകൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നാച്ചുറൽ ചോയ്സ് എന്ന് പറഞ്ഞൊരു ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. നല്ല മനോഹരമായ VD സതീശൻ്റെ ഒരു ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇന്നിപ്പോൾ ആ ഫ്ലെക്സിന് തൊട്ടടുത്ത് VD സതീശനെതിരെ ചോദ്യങ്ങളുമായി മറ്റൊരു ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. കൂലിക്കിറക്കിയ ആളിനെ കണ്ട് ഞങ്ങൾ പേടിച്ചു പോയെന്ന് പറഞ്ഞേക്ക് എന്ന് പോസ്റ്ററുമുണ്ട്. അമൽ തേനമ്പറമ്പിൽ. അമൽ, ഇന്നലെ നാച്ചുറൽ ചോയ്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, അപ്പോഴാണ് പേടിച്ചു പോയെന്ന് പറഞ്ഞേക്ക് എന്ന് പോസ്റ്ററും കൂടെ, പോസ്റ്റർ സഹിതം മറ്റൊരു ഫ്ലെക്സ്. ഇത് പെട്ടെന്നൊന്നും അവസാനിക്കുമെന്ന് തോന്നുന്നില്ല അല്ലേ? ശ്രീജ, സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഫ്ലെക്സ് യുദ്ധം ഇങ്ങനെ തുടരുകയാണ്. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരു നല്ല ഡിസൈനിലുള്ള ഒരു ഫ്ലെക്സ് അവിടെ VD സതീശൻ കഴിഞ്ഞ ദിവസം VD സതീശൻ ക്യാമ്പ് വെച്ചിരുന്നു. നാച്ചുറൽ ചോയ്സ് എന്നുള്ളതാണ് ആ ഫ്ലെക്സിൽ പറഞ്ഞു വെക്കുന്നത്. ഒറ്റ വരി മാത്രമാണ് അതിലുള്ളത്. അതിന് തൊട്ടിപ്പുറയായി ഇന്നലെ KC വേണുഗോപാലിൻ്റെ ഒരു ഫ്ലെക്സ് ഉണ്ടായിരുന്നു. ആ ഫ്ലെക്സ് ഇന്നലെ നടന്ന പ്രകടനത്തിനിടെ കീറിക്കളയുകയും ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ ചിത്രമടക്കമുള്ള ഫ്ലെക്സാണ് ഇന്നലെ കീറിക്കളഞ്ഞത്. അവിടെ VD സതീശൻ്റെ കൊണ്ടുവന്ന ചില കാർഡുകളും മറ്റുമൊക്കെ അവിടെ വെക്കുകയും ചെയ്തിരുന്നു. അതിന് തൊട്ടിപ്പുറയായി ഇപ്പോൾ പുതിയൊരു ഫ്ലെക്സ് കൂടി പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ആ ഫ്ലെക്സിൽ പറഞ്ഞു വെക്കുന്നത് ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയവർക്ക് മാപ്പില്ല എന്നുള്ള കാര്യമാണ്. അതിൽ VD സതീശൻ്റെ അപ്പുറത്തെ ഫ്ലെക്സിൽ, തൊട്ടപ്പുറത്തെ ഫ്ലെക്സിൽ എഴുതിയിരുന്ന ഒരു ഡയലോഗുണ്ട്. അതിൽ പറഞ്ഞു വെച്ചത് നാച്ചുറൽ ചോയ്സ് എന്നാണ്. അത് വെട്ടിമാറ്റി ആ നാച്ചുറലിന് ഒരു ഇൻഡ്യൂ മാർക്ക് ഇട്ടിട്ടുണ്ട്. അതിന് മുകളിൽ ആർട്ടിഫിഷ്യൽ ചോയ്സ് എന്ന് താഴെ എഴുതിയിരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ചോയ്സിനെ കേരളം തിരിച്ചറിയും എന്നുള്ളതാണ് ആ ഫ്ലെക്സിലെ വാചകം. അതോടൊപ്പം തന്നെ പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പിയ കേരളത്തിന്റെ ജനകീയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ UDF സർക്കാരിനെ തീവെട്ടിക്കൊള്ളക്കാരുടെ സംഘം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഒന്നാമത്തെ ചോദ്യം. 2021 തകർന്നടിഞ്ഞ കോൺഗ്രസിനെ പ്രവർത്തകരിൽ ആവേശം നിറച്ച് ശക്തിപ്പെടുത്തിയ K സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കിയത് ആര്? മൂന്നാമത്തെ ചോദ്യം. കോൺഗ്രസ് ഹൈക്കമാൻഡിനെ വെല്ലുവിളിക്കാൻ ജില്ലകൾ തോറും കൂലിപ്പട്ടാളത്തെ ഇറക്കി പ്രകടനം നടത്തിയത് ആര്? അടുത്ത ചോദ്യം. കോടികൾ മുടക്കി കൃത്രിമ ബുദ്ധിയാൽ പൊതുബോധം ഉണ്ടാക്കാമെന്നത് വെറും വ്യാമോഹം മാത്രം. ചോദ്യമല്ല, ഒരു പ്രസ്താവനയാണ്. അതിൻ്റെ താഴെയാണ് ആർട്ടിഫിഷ്യൽ ചോയ്സിനെ കേരളം തിരിച്ചറിയും എന്ന വാചകവുമുള്ളത്. ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയവർക്ക് മാപ്പില്ല എന്നെഴുതിയ ഫ്ലെക്സിലാണ്. അപ്പുറേ തൊട്ടപ്പുറേ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെച്ചിരിക്കുന്ന മറ്റൊരു ഫ്ലെക്സ് കൂടി ഉണ്ടായിരുന്നു. ജനതയും ജനങ്ങളുടെ ജനിതകവും അങ്ങേക്കൊപ്പം എന്നാണ് ആ ഫ്ലെക്സിൽ എഴുതിയിരുന്നത്. ആ ഫ്ലെക്സിൽ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. ചെറിയ പോസ്റ്ററുകളാണ് അതിലൊട്ടിച്ചിരിക്കുന്നത്. ഈ നാച്ചുറൽ ചോയ്സ് എന്നെഴുതിയ VD സതീശൻ്റെ ഫ്ലെക്സിലും ആ സമാനമായ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത് കൂലിക്ക് ഇറക്കിയ ആളിനെ കണ്ട് ഞങ്ങൾ പേടിച്ചു പോയി എന്ന് പറഞ്ഞേക്ക് എന്നുള്ളതാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഇതിൽ തന്നെ ഈ വലിയ ഫ്ലെക്സിൽ 4 പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ അപ്പുറം സെക്രട്ടേറിയറ്റിൻ്റെ മതിലിൽ ചാരി വെച്ചിരിക്കുന്ന ഫ്ലെക്സിലും പോസ്റ്ററുകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പോസ്റ്റർ യുദ്ധവും ഫ്ലെക്സ് യുദ്ധവും ഒക്കെ നന്നായി തന്നെ തുടരുകയാണ്. VD സതീശൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ നാച്ചുറൽ ചോയ്സ് എന്ന് പറയുന്ന VD സതീശൻ ക്യാമ്പിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു ക്യാമ്പയിൻ നടക്കുമ്പോൾ അതിന് ചോദ്യങ്ങളുമായി മറു ക്യാമ്പയിൻ നടത്തുകയാണ് KC വേണുഗോപാൽ വിഭാഗം. അത് ഉറപ്പാണ്. അത് രമേശ് ചെന്നിത്തലയുടെ ചെന്നിത്തലയ്ക്കൊപ്പമുള്ള ആളുകൾ വെച്ച ഫ്ലെക്സ് അല്ല. അത് KC ക്യാമ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള KC അനുകൂലികളുടെ ഫ്ലെക്സാണ്. ആ ഉമ്മൻചാണ്ടിയുടെ ചിത്രം അടക്കം വെച്ചുള്ള ഫ്ലെക്സ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പ്രത്യേകിച്ചും A ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഭാഗം ആളുകൾ, ഏകദേശം 8 MLA-മാരുടെ പിന്തുണ ഉറപ്പിക്കുന്നുണ്ട് KC വേണുഗോപാൽ വിഭാഗം. അങ്ങനെ ആ A ഗ്രൂപ്പിൻ്റെ ഭൂരിഭാഗം ആളുകളും തങ്ങൾക്കൊപ്പമുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ഉമ്മൻചാണ്ടിയെ ഒരു വൈകാരികതയിലേക്ക്, ഉമ്മൻചാണ്ടി എന്ന വൈകാരികത കൂടി ഉപയോഗിക്കുകയാണ് KC വേണുഗോപാൽ വിഭാഗം. അതാണ് ഈ ഫ്ലെക്സിൽ ആകമാനം നിറഞ്ഞു നിൽക്കുന്നത്. അതിൽ ഓരോ കാര്യങ്ങളും എണ്ണി പറയുന്നു. ഉമ്മൻചാണ്ടിക്കെതിരെ VD സതീശൻ നിലപാടെടുത്ത കാര്യം, അതോടൊപ്പം തന്നെ K സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റാനായി എടുത്ത നിലപാടിൻ്റെ കാര്യം, അതോടൊപ്പം ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ച് ഈ തെരുവോരങ്ങളിൽ പ്രകടനം നടത്തുന്ന വിഷയം ഉന്നയിച്ചുകൊണ്ടുള്ള മറ്റൊരു ചോദ്യം, അതോടൊപ്പം തന്നെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താമെന്നുള്ളത് ഒരു വ്യാമോഹം മാത്രം എന്നുള്ള കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ഈ ഫ്ലെക്സിൽ. അതിനുശേഷമാണ് ഈ നാച്ചുറൽ ചോയ്സ് എന്ന് പറയുന്നതിന് ഒരു മറു ക്യാമ്പയിൻ, ആർട്ടിഫിഷ്യൽ ചോയ്സ് എന്നൊരു ക്യാമ്പയിൻ ഈ KC ക്യാമ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു.